കേന്ദ്ര സർക്കാരിൻ്റെ നഗരസഞ്ചയ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ FSCP പ്ലാന്റ് ആറ്റിങ്ങൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ പദ്ധതി ഇവിടെ സ്പിൽ ഓവറായിട്ട് തട്ടിക്കളിക്കുകയാണ്. അനുയോജ്യമായൊരു സ്ഥലം കണ്ടെത്തുന്നതിന് പകരം ഇവിടുത്തെ ഭരണസമിതി ഇത് വീണ്ടും അട്ടക്കുളം നിവാസികളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ആരംഭിച്ച് ഇവിടെ അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഈ പദ്ധതിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 4.25 കോടി രൂപയാണ്. ഇത് നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ വഴിയാണ് ഈ ഫണ്ട് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ അജണ്ടയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം മേയറുടെ കൂട്ടത്തിൽ കൂടിയ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞു, ഈ പദ്ധതി 2026 നടപ്പാക്കിയില്ലെങ്കിൽ ഇത് ക്യാൻസലായി പോകും, ആ ഫണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വകമാറ്റി ചെലവഴിക്കേണ്ടി വരും. അദ്ദേഹം അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് 2022 വന്ന ഈ പദ്ധതി പലതവണ മാറ്റിവെച്ചുകൊണ്ട് ഇത് നടപ്പാക്കാതിരിക്കുന്ന ശ്രമത്തിലാണ്. കാരണം ഇത് കേന്ദ്ര പദ്ധതിയാണ്. ഇത് നടപ്പാക്കാതിരിക്കാൻ BJP ശ്രമിക്കുന്നു എന്നൊരു അപവാദം കൂടി പറഞ്ഞു വരുത്താൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അട്ടക്കുളത്തെ ചുടുകാട്ടിലെ ജനങ്ങളെല്ലാം കൂടി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ശക്തമായി കഴിഞ്ഞ 23-24 കാലഘട്ടങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ മുനിസിപ്പാലിറ്റി വന്ന് ഒരു പ്രതിഷേധം അറിയിച്ചു. അങ്ങനെ ഇത് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇത് ഒരു സമവായത്തിൽ എത്താൻ സാധിക്കാതെ പിരിയുകയും മറ്റൊരു സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ചിറ്റാറ്റിങ്കര ഭാഗത്ത് ഇതിൻ്റെ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയതും റീസർവേ നടന്നില്ല എന്നൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് എടയ്ക്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് പ്രകാരം അത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ 7 കൗൺസിലേഴ്സും ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയും ഇവനെന്ത് പറയുന്നു, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിയെ ഞാൻ പോലും പറയുന്നു, ഇത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർക്കും. കാരണം ഇതിന് നമുക്ക് രണ്ടഭിപ്രായമില്ല. അതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അടക്കം ഇതിന് പരിപൂർണ്ണ പിന്തുണ തന്നിരിക്കുന്നത്. നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടി ഇവിടെ വയ്ക്കുകയാണ്.